കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിഞ്ഞു. മൂന്നാർ ദേവികുളം റോഡിൽ ഇന്നലെയാണ് മണ്ണിടിഞ്ഞത്. അവിടുത്തെ പുതിയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ആകാശ ദൃശ്യങ്ങളാണ്. ഗതാഗതം പരിപൂർണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട കണക്റ്റഡ് റോഡുകളിൽ ഒന്നാണ്. അത് അതിസുന്ദരമായ മൂന്നാറിന്റെ ഭൂപ്രകൃതിയിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയ ചരിവുള്ള പ്രദേശത്തു കൂടി നിർമ്മിച്ച റോഡാണ്. അശാസ്ത്രീയമായാണ് നിർമ്മാണം എന്നത് കഴിഞ്ഞ കാലങ്ങളിലെ അപകടങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിലെ മണ്ണിടിച്ചുകൾ, കഴിഞ്ഞ കാലങ്ങളിലെ പാറ താഴേക്ക് ഉരുണ്ടെത്തുന്നതടക്കമുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ വ്യക്തമായതാണ്. അവിടെയാണ് വീണ്ടും മണ്ണിടിഞ്ഞിരിക്കുന്നത്. മൂന്നാർ ഗ്യാപ്പ് റോഡ് ഒരു അപകട മേഖലയായി തുടരുകയാണ്. അവിടെ അശാസ്ത്രീയമായാണ് മണ്ണ് ഇടിച്ച് താഴ്ത്തിയിരിക്കുന്നത്, പാറ പൊട്ടിച്ചിരിക്കുന്നത്, ഖനനം നടത്തിയിരിക്കുന്നത് എന്നത് ഈ റോഡ് നിർമ്മാണത്തിൻ്റെ സമയത്തും അതിനുശേഷവും ഗൗരവതരമായി നാട്ടുകാരുടെ ഉൾപ്പെടെ ഭാഗത്തു നിന്ന്, പരിസ്ഥിതി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നുവെങ്കിലും അക്കാര്യത്തിൽ അന്നൊരു ഇടപെടൽ ഉണ്ടായില്ല. പക്ഷേ ഇപ്പോഴും മൂന്നാർ ഗ്യാപ്പ് റോഡ് അപകടകരമായി തുടരുകയാണ്. ഇടുക്കിയിലെ മഴ പെയ്താൽ ഭൂമിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്നതിന് ഇടയിലാണ് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഇങ്ങനെ ആവർത്തിച്ച് മണ്ണിടുന്നത്. പിന്നെ ആശ്വാസകരമായി ഉള്ളൊരു വിവരം, ഇന്നലെ വൈകിട്ട് മഴ ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ, ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രികാലത്തെ ഗതാഗതം പരിപൂർണമായി വൈകിട്ടോടുകൂടി ജില്ലാ ഭരണകൂടം നിരോധിച്ചിരുന്നു. അതൊരു പക്ഷേ ഈ അപകടം നടന്നപ്പോൾ വലിയ ദുരന്തമായി അത് മാറാതിരിക്കാൻ സഹായകരമായി. അവിടെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് ഈ ഗ്യാപ്പ് റോഡ് അപകടകരമാണ്. നല്ല റോഡാണ്, വീതിയുള്ള റോഡാണ്, മനോഹരമായ സ്ഥലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. തേയിലത്തോട്ടങ്ങൾ, ഇടുക്കിയുടെ ആകെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന റോഡാണ്. പക്ഷേ ഒരു ഭാഗത്ത് വലിയ ആഴത്തിൽ കൊക്കയും മറുഭാഗത്ത് വലിയ മലയുമാണ്. അതിനിടയിലൂടെയാണ് ഈ ഗ്യാപ്പ് റോഡ് കടന്നു പോകുന്നത്. പാർശ്വഭിത്തികളുടെ നിർമ്മാണം അത് വേണ്ട തരത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നു വന്ന പരാതി. അതിൻ്റെ തുടർച്ചയായാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. ജെയിനിസ് രാജുണ്ട്. ജെയിൻ, ഈ റോഡിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച്, ഇവിടുത്തെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളെക്കുറിച്ച് അത് ജെയിൻ പല ഘട്ടങ്ങളിൽ മാതൃഭൂമി ന്യൂസിലൂടെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് എവിടെയാണ് ഈ മണ്ണിത്രയും ഇടിഞ്ഞു പോയത്? ആ സമയത്ത് വാഹനങ്ങൾ കടത്തിവിടാത്ത സമയമായിരുന്നു. ഇപ്പോൾ മൂന്നാർ ടൗണിനോടടുത്ത് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡന്റെ സമീപത്താണ് ഈ വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായത്. 2018 പ്രളയത്തിൽ ഇതേ ഭാഗത്ത് വലിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. അന്ന് മൂന്നാർ ആർട്സ് കോളേജിന്റെ 2-3 കെട്ടിടങ്ങൾ ഇടിഞ്ഞ് താഴേക്ക് പതിച്ചിരുന്നു. അതിന് സമീപത്ത് തന്നെയാണ് വീണ്ടും ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ആ സമയത്ത് ഇതിലൂടെ ഒരു മിനി ലോറി കടന്നു വന്നിരുന്നു. ആ ലോറി അപകടത്തിൽപ്പെട്ടു. ഈ പ്രദേശത്തുള്ള ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. ഇന്നലെ എപ്പോഴാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്? ഇന്നലെ രാത്രി 9-9:30 ആ സമയത്താണ്. അന്നേരം ഇത്രയും ഇല്ല, ശകലം ഉണ്ടായിരുന്നുള്ളതെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് കഴിഞ്ഞ് രാവിലെ 5 മണിക്കാണ് ഇത്രയും സംഭവിച്ചത്. അപ്പൊ വൈകിട്ട് തന്നെ മറ്റേ ലോറി താഴോട്ട് പോയി. ലോറി വരുന്ന സമയത്ത് ആണോ മണ്ണിടിച്ചു? ലോറി വന്നപ്പോൾ ശകലം ഇടിഞ്ഞു കിടന്നു. അത് കഴിഞ്ഞാണ് ലോറി കടന്നു പോകാൻ പറ്റുമോ നോക്കി നിന്ന് പറ്റിയില്ല. അതിന് മുമ്പ് മറ്റേ മണ്ണ് വന്ന് ലോറി സൈഡിൽ താഴോട്ട്. വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുണ്ടല്ലോ? ഉണ്ട്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. നല്ല മഴയാണെങ്കിൽ വീണ്ടും ഇടിയാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇന്നലെ ഗണേശൻ, മൂന്നാർ സ്വദേശിയാണ്, അദ്ദേഹത്തിന്റെ ജീവനാണ് നഷ്ടമായത്. അതോടൊപ്പം തന്നെ ആ വാഹനത്തിൽ മുരുകൻ എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അവർ പച്ചക്കറി എടുക്കുന്നതിന് വേണ്ടി തമിഴ്നാട്ടിൽ പോയതാണ്. പച്ചക്കറി ലഭിച്ചില്ല. അപ്പോൾ വീണ്ടും മൂന്നാറിലേക്ക് മടങ്ങി വരുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഗതാഗതം നിരോധിച്ചത്. പലപ്പോഴും ഈ നിരോധനമൊക്കെ ഏർപ്പെടുത്തുന്ന കാര്യം ഈ വാഹനങ്ങൾ ഓടിക്കുന്നവരൊന്നും അറിയാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ മുന്നറിയിപ്പ്. ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ്, രാത്രി യാത്ര നിരോധിച്ചിട്ടുണ്ട് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ. നമ്മളും വലിയ വാർത്തയായി കൊടുത്താണ്. അപ്പോഴും ഞാനും ഈ ന്യൂസ് ഡെസ്കിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വാഹനങ്ങൾ ഉണ്ടായിരിക്കില്ലല്ലോ എന്നൊരു ആശ്വാസം പങ്കുവച്ചത്. ഈ വാഹനത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഈ ലോറിയിൽ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ് ജെയിൻ? ലോറിയിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. മൂന്നാർ സ്വദേശികളാണ് 2 പേരും. അതിൽ ഗണേശൻ എന്ന് പറയുന്ന 58 വയസ്സുള്ള ആളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഇന്നലെ അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായി. രാത്രി 10 മണിയോടുകൂടിയാണ് ഈ മൃതദേഹം പുറത്തേക്ക് എത്തിച്ചത്. മൃതദേഹം ഇപ്പോൾ മൂന്നാറിലെ സർക്കാർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതോടൊപ്പം തന്നെ വാഹനത്തിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മുരുകൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് നിസാര പരിക്കുകളോടെ അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ ആ വാഹനം
ആ വാഹനം ഈ കാണുന്ന ഈ മണ്ണിടിഞ്ഞ് താഴേക്ക് പതിച്ചിരിക്കുന്ന ഭാഗമുണ്ട്. അതിന്റെ ഏറ്റവും താഴത്താണ് ആ വാഹനം കിടക്കുന്നത്. ആ വാഹനം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. മേളിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞിട്ട് ദേശീയപാതയെ കവിഞ്ഞ് താഴേക്ക് പതിച്ചിരിക്കുകയാണ്. അതിന്റെ താഴത്താണ് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2018 പ്രളയത്തിൽ വലിയ മലയിടിച്ചിലുണ്ടായ ഒരു ഭാഗമാണ്. അതിന് താഴത്താണ് അതിനുശേഷം ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇവിടെ നിർമ്മിച്ചത്. അത് നിർമ്മിച്ചപ്പോൾ തന്നെ ആശങ്ക പങ്കുവച്ചിരുന്നു. ഇതിനൊക്കെ സമീപത്ത് മണ്ണിടിയാൻ സാധ്യതയുള്ളതാണ്. അതുകൂടാതെ മുതിരപ്പുഴയാറിന്റെ തീരത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അപകട സാധ്യതയുണ്ട് എന്ന ഒരു വിലയിരുത്തൽ ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവഗണിച്ചാണ് വലിയ പൊതുമുതൽ അല്ലെങ്കിൽ സർക്കാർ പണം മുടക്കി ഇവിടെ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ മഴ കനക്കുകയാണെങ്കിൽ ഈ ഭാഗത്തൊക്കെ വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കത് വ്യക്തമായി കാണാത്തത്. ഇതിനു മുമ്പ് മണ്ണിടിഞ്ഞ ഭാഗമാണ് ഈ വെള്ളം കുത്തി അല്ലെങ്കിൽ വെള്ളം പതുക്കെ ഒഴുകി വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. അവിടെ അതിന്റെ മുകളിലുണ്ടായിരുന്ന ഒരു 3 കെട്ടിടങ്ങൾ ഇടിഞ്ഞ് താഴേക്ക് പതിച്ചിരുന്നു. അത് പിന്നീട് ദിവസങ്ങളെടുത്താണ് മാറ്റിയത്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു വശത്ത് മൂന്നാർ പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഭാഗത്ത് മണ്ണിടിയാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഇതിനു മുമ്പ് പലതവണ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഗവൺമെന്റ് കോളേജ് നിർമ്മിക്കാതെ അതിന് പകരം ഭൂമി കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം JCB ഉപയോഗിച്ച് ഇവിടെ ജോലി ചെയ്താൽ മാത്രമേ ഈ മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയൂ. അപ്പോഴും പിന്നീടും മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അതിന്റെ ഉള്ളിൽ നിന്നാണ് മണ്ണ് താഴേക്ക് പോന്നിരിക്കുന്നത്. പല മരങ്ങളും അതിന്റെ മേൽമണ്ണിൽ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ വീണ്ടും താഴേക്ക് പതിക്കാൻ സാധ്യതയുണ്ട് മഴ ശക്തമായി തുടർന്നാൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മഴയ്ക്ക് കുറവുണ്ട്. ഇന്നലെയൊക്കെ 150 മില്ലിമീറ്ററാണ് മൂന്നാറിൽ ദേവികുളം താലൂക്കിൽ പെയ്ത മഴ എന്ന് പറയുന്നത്. ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയ ഒരു പ്രദേശങ്ങളിൽ ഒന്നായിരിക്കും മൂന്നാർ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ മഴയ്ക്കൊരു ശമനമുണ്ട്. പക്ഷെ മഴ പൂർണ്ണമായും മാറി എന്ന് പറയാനും കഴിയില്ല. ഏത് സമയത്തും മഴ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. മാട്ടുപ്പെട്ടി ഡാം ഇതിന് സമീപത്താണ്. മാട്ടുപ്പെട്ടി ഡാമിലെ ജലനിരപ്പ് റെഡ് അലർട്ട് എന്ന നിരക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഡാമിന്റെ ഷട്ടറുകൾ കൂടി ഒരുപക്ഷെ ഉയർത്താനുള്ള സാധ്യതയുണ്ട്. രതീഷ്.